നമസ്കാരം സുഹൃത്തുക്കളെ, ഗ്രാമവാസിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. ഞങ്ങൾ പത്രം ആണ് ഇന്നത്തെ അല്ല, ഒരു പത്രം ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിൻ്റെ ഭാഗത്ത് മുകളിലായിട്ടും താഴെയും, അതായത് ടോപ്പിലും ബോട്ടത്തിലൊരു കുറച്ച് കളറുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇവിടെ വരുമ്പോൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പല ഭാഗത്തും പത്രത്തിൻ്റെ പല ഭാഗത്തും കൊടുക്കാറുണ്ട്. അതായത് അകത്തല്ല, ടോപ്പിലും ബോട്ടം സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇല്ല. രണ്ടത്ത് ഈ സാധനങ്ങളുണ്ടാവും, ഈ ഒരു കളേഴ്സ്. അപ്പോൾ ഈ കളേഴ്സ് എന്തിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു കളറുകൾ എന്താണെന്ന് നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ ഈ ഒരു കളറുകൾ പൊതുവെ പറയുന്നത് പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്ന കളറുകളാണ്. അപ്പോൾ ഇതിന് സയൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നീ കളറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കളറുകൾ CMYK എന്നാണ് ഇതിനെ പറയുന്നത്. പ്രിന്റിങ്ങിലേക്കുള്ള അടിസ്ഥാന നിറങ്ങളെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ പ്രിന്റിങ്ങിലേക്കായി നമുക്ക് ഈ കളറുകൾ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ, അതായത് ഒരു കൃത്യമായിട്ടുള്ള ശരിയായ അനുപാതത്തിൽ നമുക്കിതിൽ ചേർത്ത് കഴിഞ്ഞാൽ പല നിറങ്ങളും നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പത്രത്തിൽ വരുന്ന ഇമേജസ്, പത്രത്തിലിതായി കാണുന്നില്ല ഈ ഇമേജുകൾ എന്താണ്, മങ്ങിയതാണോ, അല്ലെങ്കിൽ കളർ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന് അതായത് നല്ല തിളക്കമല്ലാത്തൊരു കളറുകളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കളറ് നോക്കിയതിന് ശേഷം ഇതിലൂടെ അറിയാൻ പറ്റും. കാരണം ഇത് എന്താണ്, കായികപരമായിട്ട് നമുക്കിപ്പോൾ ദിവസേന ലക്ഷക്കണക്കിന് പത്രങ്ങൾ ചെയ്ത് അത് പ്രിൻ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമുക്കത് കായികപരമായിട്ട് തന്നെ ഓരോ പത്രവും നോക്കിയെടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ആ ഒരു പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഈ കളറുകൾ മുകളിലായിട്ട് പത്രത്തിൻ്റെ ടോപ്പിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒരു കളറ് നമുക്കിപ്പോൾ യെല്ലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ യെല്ലോ എടുക്കാം. യെല്ലോയിൽ നമുക്കിപ്പോൾ കളർ ഇവിടെ മങ്ങിയതാണോ എന്നുള്ളതെല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. കാരണം ഈ ഒരു യെല്ലോ വെച്ചിട്ട് ഈ ഒരു പത്രത്തിൻ്റെ ഈ കുട്ടിയുടെ ഒരു ഡ്രസ്സിൻ്റെ കളർ ഇപ്പോൾ ഇത് മങ്ങിയതാണോ അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ, അതായത് ഇതിന്ന് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നല്ല തിളക്കമില്ലാത്തതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ റെഡല്ല, നമുക്ക് ബ്ലാക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലാക്കിൽ ഈ നിറങ്ങൾ ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ടോ, അതായത് അതായത് നിശ്ചിത പരിധിക്ക് വെളിയിൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ തിളക്കമില്ലാത്തതാണോ, അല്ലെങ്കിൽ എന്താണ് വർണ്ണം, അതായത് കുറച്ച് കൂടുതലായിട്ട് മങ്ങിയിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വെച്ചിട്ട് ഈ ഒരു കളറ് വെച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഇതേപോലെ, അതായത് ഇതാണ് പ്രിൻറ്റിങ് കളറെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇതാണ് ഒരു പ്രിൻ്ററിന് അറിയാവുന്ന കളറുകൾ. അപ്പോൾ ആ കളറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പ്രിൻറ്റിങ് കളർ, അതായത് ഒറിജിനൽ കളർ ഇവിടെയും വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ കളറുകൾ ഇവിടെ കറക്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതാണ് ഈ പത്രത്തിൻ്റെ അതായത് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡോട്ട്, അതായത് കളറിൻ്റെ ചെറിയ കള്ളികൾ കൊടുക്കാനുള്ള കാരണം. ആ കള്ളികൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പത്രത്തിൽ എവിടെയൊക്കെ പോരായ്മകളുണ്ട്, കളറിൻ്റെ വ്യത്യാസം എവിടെയൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഈ ഒരു അറിവും ഞങ്ങൾ തേടി കണ്ടെത്തിയതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഫാൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫാൾട്ട് ഞങ്ങളെ അറിയിക്കുക. അത് കമൻറ്റിലൂടെ, അതായത് നിങ്ങൾ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക എന്താണ് എന്നുള്ളത്, ആ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ അറിവ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്നും കരുതുന്നു. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് അറിഞ്ഞിടാത്ത പല വിവരങ്ങളും, അതായത് നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളും ഗ്രാമവാസിയിൽ നിന്ന് അത് അറിയാൻ വേണ്ടിയിട്ട് ഗ്രാമവാസിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗ്രാമവാസിയിൽ നിന്ന് എല്ലാവരും